ഹലോ, ഞാൻ നടക്കാൻ പോകുന്നത് BA BSc Bcom ഓഡിറ്റ് കോഴ്സായിട്ടുള്ള തേർഡ് സെമസ്റ്റർ ഓഡിറ്റ് കോഴ്സായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഓൾറെഡി 2 പാർട്ടിലായിട്ട് 100 ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന 50ഓളം ക്വസ്റ്റ്യൻസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റൈറ്റ്സ് entitles to decent, civilized and dignified life. Decent, civilized and dignified life ആണ് ഹ്യൂമൻ റൈറ്റ്സ് എൻറ്റൈറ്റിൽ ചെയ്യുന്നത്. Article 21 of the Indian Constitution provides for right to life and personal liberty. Right to life and personal liberty ആണ് Article 21 of the Indian Constitution പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, The framers of the Indian Constitution borrowed the concept of fundamental rights from. The framers of the Indian Constitution borrowed the concept of fundamental rights from USA. യുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫ്രെയിമേഴ്സ്, അതായത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാർ എന്ത് ചെയ്തത്, കൺസെപ്റ്റ് അവിടെ നിന്ന് എടുത്തത് USA ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, UN Charter had been adopted at San Francisco on. UN Charter had been adopted at San Francisco on June 25, 1945 ആണ് കേട്ടോ. June 25, 1945 UN Charter had been adopted at San Francisco. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് അല്ലാത്തത്? ഹ്യൂമൻ റൈറ്റ്സ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ. ഹ്യൂമൻ റൈറ്റ്സ് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. ഓക്കെ, അത് കറക്റ്റ് അല്ല. അടുത്തത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് ഗ്യാരണ്ടീഡ് അണ്ടർ ആർട്ടിക്കിൾ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏത് ആർട്ടിക്കിളിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? 21A അണ്ടറിൽ വരുന്നതാണ്. 21A ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് in India was enacted in the year. The Protection of Human Rights Acts in India was enacted in the year 1993 ലാണ് കേട്ടോ. 1993 Protection of Human Rights Acts in India was enacted in the year 1993. അടുത്ത ക്വസ്റ്റ്യൻ, the Universal Declaration of Human Rights was adopted on December 10, 1948 ആണ് കേട്ടോ. Universal Declaration of Human Rights was adopted on December 10, 1948 ആണ് കേട്ടോ. December 10, 1948. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ UN ഏജൻസി? ഇതിനകത്ത് ഏതാണ് ഒരു UN ഏജൻസി അല്ലാത്തത്? യുനെസ്കോ ആണ്. യുനെസ്കോ UN ഏജൻസി അല്ല. ഓക്കെ, വെൻ വാസ് ഇൻ്റർനാഷണൽ കവനൻറ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് പാസ്ഡ്? 1966 ആണ് കേട്ടോ. എപ്പോഴാണ് ഇൻ്റർനാഷണൽ കവനൻറ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് പാസ്ഡ്? 1966. Human Rights, a very short introduction was written by. Human Rights, a very short introduction was written by Andrew Clapham ആണ് കേട്ടോ. Andrew Clapham ആണ് എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എഴുതിയത്. Andrew Clapham ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ജനറലി റൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സിവിൽ ഡാഷ് റൈറ്റ്സ്. ജനറലി റൈറ്റ്സ് എന്ന് പറയുന്നത് ക്ലാസിഫൈ ഇൻ ടു സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് കേട്ടോ. സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ്. ജനറലി റൈറ്റ്സ് എന്ത് ചെയ്യാണ് ക്ലാസിഫൈ ചെയ്തത്? സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ലീഗൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ലീഗൽ റൈറ്റ്സ് ആണ് കേട്ടോ. ലീഗൽ റൈറ്റ്സ് ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നത്. ആർട്ടിക്കിൾ 7 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത്. ആർട്ടിക്കിൾ 7 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആയിരുന്നു ആർട്ടിക്കിൾ 7 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 7 എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് കേട്ടോ. അക്കോർഡിംഗ് ടു ഡാഷ് തിയറി ഓഫ് റൈറ്റ്സ്, റൈറ്റ്സ് ആർ ദ ക്രിയേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. According to legal theory of rights, rights are creation of the state കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, the National Human Rights Commission NHRC was founded in. The National Human Rights Commission NHRC was founded in October 12, 1993. October 12, 1993 National Human Rights Commission NHRC ഫൗണ്ട് ചെയ്യുന്നത്. October 12, 1993 National Human Rights Commission NHRC was founded. ഓക്കെ, October 12, 1993 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്സ് പാസ്ഡ് ഇൻ ഇന്ത്യ? എപ്പോഴായിരുന്നു പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ? 2003 കേട്ടോ. 2003 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പാസ് ചെയ്യുന്നത് ഇന്ത്യയിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മാഗ്ന കാർട്ട വാസ് സൈൻഡ് ഇൻ ദ ഇയർ? 1215 മാഗ്ന കാർട്ട സൈൻ ചെയ്തത്. ഇതിന് മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ SCs and STs പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഇനാക്റ്റഡ് ഇൻ.
SCയുടെയും ST പ്രിവെൻഷൻ അട്രോസിറ്റീസ് ആക്ട് ഇനാക്ട് ചെയ്യുന്നത് ഏത് വർഷമാണ്, ഏത് സമയത്താണെന്ന് ചോദിച്ചത്? 11th September 1989 11th September 1989 SCയുടെയും STയുടെയും പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസിൻ്റെ ആക്ട് ഇനാക്ട് ചെയ്തത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, UN ഒബ്സർവ്ഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഇൻ UN ഒബ്സർവ്ഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് വുമൺ ഇൻ 1975. ഇത് നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ദ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇനാക്റ്റഡ് ഇൻ ഇന്ത്യ? എപ്പോഴായിരുന്നു പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ദ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇനാക്റ്റഡ് ഇൻ ഇന്ത്യ? എപ്പോഴായിരുന്നു പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ദ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇനാക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ? 2005 കേട്ടോ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇനാക്ട് ചെയ്തത് ഏത് വർഷമായിരുന്നു? 2005 ഇന്ത്യയിൽ ആ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇനാക്ട് ചെയ്തത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് ഇൻ വിച്ച് ഡോക്യുമെൻറ്റ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻ? UDHR കേട്ടോ. ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഈക്വൽ ഇൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ് ഏത് ഡോക്യുമെൻറ്റിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മൾ മുന്നേ വായിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. UDHR ആണ് കേട്ടോ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 29 ആൻഡ് ആർട്ടിക്കിൾ 30 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ? ആർട്ടിക്കിൾ 29ഉം ആർട്ടിക്കിൾ 30ഉം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എന്താണ് തരുന്നത്? സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആണ് നമുക്ക് ആർട്ടിക്കിൾ 29ഉം ആർട്ടിക്കിൾ 30ഉം തരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ആർട്ടിക്കിൾസ് ഇൻ UDHR? എത്ര ആർട്ടിക്കിൾസ് ആണ് UDHR ഉള്ളത്? 30 ആണ് കേട്ടോ. ഇത് നേരത്തെ വായിച്ചൊരു ക്വസ്റ്റ്യനാണ്. 30 ആർട്ടിക്കിൾസ് ആണ് UDHR ഉള്ളത്. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ മീൻസ് എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്? ഇതിനെല്ലാം ഒരേ ആൻസേഴ്സ് ആണ് വരുന്നത്. ലിറ്റിഗേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ള ആൻസറാണ്. 4 ഓപ്ഷനിലും സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് ടിക്ക് ചെയ്യാതിരുന്നത്. ഓക്കെ. അതിനകത്ത് ഏത് ഓപ്ഷൻ കൊടുത്താലും കറക്റ്റ് ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റിട്ട് ഈസ് യൂസ്ഡ് ദ കോർട്ട് ഡിറക്റ്റിംഗ് ടു എ പേഴ്സൺ ടു പെർഫോം ടു പബ്ലിക് ഡ്യൂട്ടീസ്? ഏത് റിട്ടാണ് യൂസ്ഡ് ഇൻ ദ കോർട്ട് ഡിറക്റ്റിംഗ് ടു എ പേഴ്സൺ ടു പെർഫോം ടു പബ്ലിക് ഡ്യൂട്ടീസ്? മാൻഡാമസ് ആണ് കേട്ടോ. മാൻഡാമസ് എന്ന് പറഞ്ഞ റിട്ടാണ്. ഓക്കെ. മാൻഡാമസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ക്രിട്ടിസൈസ്ഡ് ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ ഓഫ് ദ ബോർഗിയോയ്സ്? ഹൂ ക്രിട്ടിസൈസ്ഡ്, ആരാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ ഓഫ് ദ ബോർഗിയോയ്സ്? കാൾ മാക്സ് ആണ് കേട്ടോ. ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും കാൾ മാക്സ് ആണല്ലോ വരാറ്, അപ്പോൾ അത് ആലോചിച്ചാൽ മതി. കാൾ മാക്സ് ആണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ ഓഫ് ദ ബോർഗിയോയ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റൈറ്റ്സ് ആർ എ വെസ്റ്റേൺ കൾച്ചറൽ കൺസെപ്റ്റ് ആണ് കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൾച്ചറൽ കൺസെപ്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഈസ് എ ക്ലെയിം റെക്കഗ്നൈസ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ്. ഹൂ സെറ്റ് ദിസ്? ഹെറോൾഡ് ലാസ്കിയാണ് പറഞ്ഞത്. റൈറ്റ് ഈസ് എ ക്ലെയിം റെക്കഗ്നൈസ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ്. അതെന്താണ്? സൊസൈറ്റി റെക്കഗ്നൈസ് ചെയ്യുകയും എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റും ആണെന്നുള്ളത് റൈറ്റ് എന്ന് പറയുന്നത്. അത് ഹെറോൾഡ് ലാസ്കിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി ആർ ദ സ്ലോഗൻസ് ഓഫ്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ സ്ലോഗൻസ് ആയിരുന്നു ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി. ഫ്രഞ്ച് റവല്യൂഷനിലെ സ്ലോഗൻസ് ആയിരുന്നു ഇത് മൂന്നും, ലിബർട്ടിയും ഇക്വാലിറ്റിയും ഫ്രെറ്റേണിറ്റിയും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ദ ലൈഫ് ഈസ് ഗ്യാരണ്ടീഡ് ഇൻ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ആർട്ടിക്കിൾ 28. 28ാമത്തെ ആർട്ടിക്കിളാണ് റൈറ്റ് ടു ലൈഫ് ഈസ് ഗ്യാരണ്ടീഡ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 28 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു റെസിസ്റ്റൻസ് ഈസ് എ സോഷ്യൽ, എന്താണ്? റൈറ്റ് ടു റെസിസ്റ്റൻസ് ഈസ് എ സോഷ്യൽ ആണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. സോഷ്യലാണ്. റൈറ്റ് ടു റെസിസ്റ്റൻസ് ഈസ് എ സോഷ്യൽ റൈറ്റ് ആണ് കേട്ടോ. റെസിസ്റ്റൻസിനുള്ള റൈറ്റ് എന്ന് പറയുന്നത് സോഷ്യലുള്ള റൈറ്റാണ്. സോഷ്യലാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലീഗൽ തിയറി ഓഫ് റൈറ്റ്സ് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ? ലീഗൽ തിയറി ഓഫ് റൈറ്റ് പ്രൊപ്പൗണ്ട് ചെയ്തത് ഹോബ്സ് ആണ് കേട്ടോ. ലീഗൽ തിയറി ഓഫ് റൈറ്റ് പ്രൊപ്പൗണ്ട് ചെയ്തത് ഹോബ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു യൂസ് ദ ടേം ഡാലിറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡാലിറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ? ആരാണ് ഫസ്റ്റ് പേഴ്സൺ ടു യൂസ് ദ ടേം ഡാലിറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡാലിറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ? ജ്യോതിബ ഫൂലെയാണ് കേട്ടോ. ജ്യോതിബ ഫൂലെയാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ വുമൻ കമ്മീഷൻ ഈസ് എ ഡാഷ് ബോഡി? സാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. നാഷണൽ വുമൻ കമ്മീഷൻ ഒരു സാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രിസ്ക്രൈബ്സ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കോർട്സ്? ഏത് ആർട്ടിക്കിൾ ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കോർട്സ്? ആർട്ടിക്കിൾ 31 ആണ്. ആർട്ടിക്കിൾ 31 ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രിസ്ക്രൈബ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് കോർട്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അപ്പോയിൻറ്റ് ദ ചെയർമാൻ ഓഫ് ദ NHRC?
ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ചെയർമാൻ ഓഫ് ദ NHRC, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ചെയർമാൻ ഓഫ് ദ NHRC. ഓക്കെ, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമൻ റൈറ്റ്സ് ആർ ഫോർ മെൻ ടു ലിവ് ആസ് എ ഹ്യൂമൻ ബീങ്. ഹ്യൂമൻ റൈറ്റ്സ് ആർ ഫോർ മെൻ ടു ലിവ് ആസ് എ ഹ്യൂമൻ ബീങ്. ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കാനുള്ള ആ ഒരു റൈറ്റിനെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ തേർഡ് ജനറേഷൻ റൈറ്റ്? എൻവയോൺമെൻറ്റ് റൈറ്റ് ആണ്. നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു പീസ് ഈസ് എ ഡാഷ് ജനറേഷൻ റൈറ്റ്. തേർഡ് ജനറേഷൻ റൈറ്റ് ആണ്. റൈറ്റ് ടു പീസ് എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ റൈറ്റ് ആണ്. പീസ് എന്ന് പറയുന്ന സമാധാനം, യുദ്ധങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് ഇനി വരുന്ന ജനറേഷന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ട് തേർഡ് ജനറേഷൻ റൈറ്റ് ആണ് എന്ത്? റൈറ്റ് ടു പീസ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കൺസെപ്റ്റ് ഓഫ് ജെൻറ്റിയം ഡിറൈവ്ഡ് ഫ്രം. കൺസെപ്റ്റ് ഓഫ് ജെൻറ്റിയം ഈസ് ഡിറൈവ്ഡ് ഫ്രം ജെൻറ്റിയം ഈസ് ഡിറൈവ്ഡ് ഫ്രം റോമൻ ആണ്. റോമൻ നിന്നാണ് ജെൻറ്റിയം ഡിറൈവ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൺസെപ്റ്റ് ഓഫ് ജെൻറ്റിയം ഈസ് ഡിറൈവ്ഡ് ഫ്രം റോമൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബെസ്റ്റ് പ്രൊട്ടക്ട്സ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ? ഇതിനകത്ത് ഏതാണ് ബെസ്റ്റ് പ്രൊട്ടക്ട്സ് ഇൻ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ബെസ്റ്റ് പ്രൊട്ടക്ട്സ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ. ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സെറ്റ് സ്റ്റേറ്റ് ഇസ് നോൺ ബൈ ദ റൈറ്റ്സ് ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ്? ലാസ്കിയാണ് പറഞ്ഞത്. സ്റ്റേറ്റ് ഈസ് നൺ ബൈ ദ റൈറ്റ്സ് ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ്. സ്റ്റേറ്റ് ഈസ് നൺ ബൈ ദ റൈറ്റ്സ് ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ് എന്ന് പറഞ്ഞത് ലാസ്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ഈസ് ഒബ്സർവ്ഡ്. മാർച്ച് 8 ഇൻ്റർനാഷണൽ വുമൻസ് ഡേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ സെറ്റ് നോ റൈറ്റ് വിതൗട്ട് ലോ, നോ റൈറ്റ് കോൺട്രാറി ടു ലോ? ബെന്താമാണ് പറഞ്ഞത്. നോ റൈറ്റ് വിതൗട്ട് ലോ, നോ റൈറ്റ്സ് കോൺട്രാറി ടു ലോ. ഓക്കെ, നോ റൈറ്റ് വിതൗട്ട് ലോ, നോ റൈറ്റ്സ് കോൺട്രാറി ടു ലോ എന്ന് പറഞ്ഞത് ബെന്താമാണ് കേട്ടോ. ബെന്താം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ഫ്രീഡം ഈസ് ഗ്രാൻറ്റഡ് ബൈ. റൈറ്റ് ടു ഫ്രീഡം ഗ്രാൻറ്റഡ് ബൈ ആർട്ടിക്കിൾ 19 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 19 ആണ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം ഈസ് ഗ്രാൻറ്റഡ് ബൈ ആർട്ടിക്കിൾ 19 ആണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ആർട്ടിക്കിൾ 25 to 28 ഫ്രീഡം ഓഫ് റിലീജിയൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോറി, ഇൻക്ലൂഡ് എന്നാണ് പറഞ്ഞത്. ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 25 to 28 ഫ്രീഡം ഓഫ് റിലീജിയൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻസ് ആർ കണ്ടൈൻഡ് ഇൻ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻസ് ആർ കണ്ടൈൻഡ് ഇൻ പാർട്ട് 4A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 4A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻസ് ആർ കണ്ടൈൻഡ് ഇൻ പാർട്ട് 4A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 4 എയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻസിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റൈറ്റ്സ് കനോട്ട് ബി ടേക്കൺ അവേ? റൈറ്റ് ടു ലൈഫ്. റൈറ്റ് ടു ലൈഫ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും എടുത്തു കളയാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റൈറ്റ് കനോട്ട് ബി ടേക്കൺ അവേ? നമ്മൾ ഒരിക്കലും എടുത്തു മാറ്റാത്തൊരു റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അൺടച്ചബിലിറ്റി ഹാസ് ബീൻ അബോളിഷ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ. ഏത് ആർട്ടിക്കിളാണ്? അൺടച്ചബിലിറ്റി ഹാസ് ബീൻ അബോളിഷ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 പ്രകാരമാണ് അൺടച്ചബിലിറ്റിയെ നമ്മൾ അബോളിഷ് ചെയ്തത്, എടുത്ത് കളഞ്ഞത്. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ്, പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റീഡ്രസ്സാൽ ആക്ട് 2013 ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? Sexual harassment of women at workplace Act 2013 is based on which landmark judgment of the Supreme Court of India? ഷഹാനു ബീഗം കേസാണ് കേട്ടോ. ഷഹാനു ബീഗം കേസിലാണ് അങ്ങനെ ഒരു കാര്യം എടുത്തത്. സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് ദ വുമൺ അറ്റ് വർക്ക് പ്ലേസ് ബേസ്ഡ് ഓൺ വിത്ത് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് ഷഹാനു ബീഗം കേസാണ് കേട്ടോ. ഷഹാനു ബീഗം കേസിലാണ് അങ്ങനെ ഒരു രീതിയിൽ ഫോളോ ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ UN ജനറൽ അസംബ്ലി അഡോപ്റ്റഡ് ഇറ്റ്സ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്? ഏത് വർഷമാണ് UN ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തത് ഇറ്റ്സ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്? 2006 കേട്ടോ. 2006 UN ജനറൽ അസംബ്ലി അഡോപ്റ്റഡ് ഇറ്റ്സ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസ് ഉള്ള പേഴ്സൺസിന്, അതായത് അവർക്കും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു അഡോപ്റ്റഡ് കൺവെൻഷൻ ഓൺ റൈറ്റ്സ്, അവർക്കൊരു റൈറ്റ്സ് കൊടുത്ത ഒരു രീതിയിലുള്ള പാസ്സാക്കിയത് 2006 UN ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്
ഹ്യൂമൻ റൈറ്റ്സിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമുക്ക് എക്സാം വരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് ഏകദേശം 500 കടന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു വായിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ അല്ലേ. അപ്പോൾ ഇത് അത്രയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എക്സാംസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.